ജോഫ്രി ചോസർ എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാസമാഹാരമാണ്, കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ആണ് ദ കാൻറ്റർബറി ടേൽസ്. അദ്ദേഹം ഇത് എഴുതുന്നത് മിഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. മിഡിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മോഡേൺ ഇംഗ്ലീഷിൻ്റെയും ക്ലാസിക് ഇംഗ്ലീഷിൻ്റെയും ഇടയിലുള്ള ഒരു കാലഘട്ടത്താണ് ഇത് എഴുതപ്പെടുന്നത്. 1387, 1400 എന്നീ വർഷങ്ങൾക്കിടയിലാണ് അദ്ദേഹം ഇത് എഴുതി പൂർത്തീകരിച്ചത്. പിന്നെ ഈ കഥാസമാഹാരം അറിയപ്പെടുന്നത് ഒരു ഫ്രെയിമിംഗ് ഡിവൈസ് ആയിട്ടാണ്. ഫ്രെയിമിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒരു കഥയിൽ തന്നെ ഒരുപാട് കഥകൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു തരം ശൈലിയാണ്. കഥയിലേക്ക് ചെന്നാൽ 30ഓളം ആളുകൾ, പിൽഗ്രിംസ്, തീർത്ഥാടകർ, അവർ തോമസ് ബക്കറ്റ് അഥവാ കെൻറ്റിലെ കാൻറ്റർബറിയിലെ തോമസ് ബക്കറ്റിൻ്റെ ശവകുടീരം സന്ദർശിക്കാൻ വേണ്ടി ഒരു കൂട്ടം 30ഓളം വരുന്ന പിൽഗ്രിംസ് യാത്ര ചെയ്യുകയാണ്. അവർ സൗത്ത് വാക്കിലെ ടബാർഡ് ഇൻ എന്ന സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂടുകയാണ്. അത് ലണ്ടനിലെ തേംസ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ്. അങ്ങനെ അവർ ഒരുമിച്ച് കൂടി പരസ്പരം കഥകൾ പങ്കുവെക്കാൻ വേണ്ടി, പരസ്പരം കഥകൾ പറയാൻ വേണ്ടി അവർ ഒരുങ്ങുകയാണ്. ഒരു സ്റ്റോറി ടെല്ലിംഗ് കോൺടെസ്റ്റ് അവിടെ സംഘടിപ്പിക്കുകയാണ്. അതിൽ ഹാരി ബെയ്ലി എന്ന് പറയുന്നയാൾ നേതൃത്വം വഹിക്കുകയും ചെയ്യുന്നു. ഏകദേശം 24ഓളം കഥകളാണ്, 24ഓളം ആളുകളാണ് അതിൽ കഥകൾ പറയുന്നത്. 24 ആളുകളും എന്നല്ല 30 ആളുകളും വ്യത്യസ്തമായ മേഖലകളിൽ ഇടപെടുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരുടെ കഥകൾക്കും വലിയ വ്യത്യസ്തത നമുക്ക് ഈ കഥയിൽ അനുഭവപ്പെടുന്നുണ്ട്. മുഴുവനും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് അദ്ദേഹം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അവർ യാത്ര ചെയ്യുന്ന വിവരണങ്ങൾ മാത്രമേ ഇതിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാൽ തിരിച്ചു വരുന്ന സംഭവങ്ങളോ ഒന്നും നമുക്കിതിൽ കാണാൻ കഴിയുന്നില്ല. സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമൂഹത്തിലെ നാനാവിധ വ്യക്തികളെ ഈ കഥയിൽ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഓരോ ക്യാരക്ടേഴ്സിനെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഒരു നൈറ്റിനെ കൊണ്ടുവരുന്നുണ്ട്, ഒരു പ്രിയോറസിനെ, മോങ്കിനെ, മെർച്ചൻറ്റിനെ, മാൻ ഓഫ് ലോനെ, അതേപോലെ തന്നെ ഫ്രാങ്ക്ലിൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി ആളുകളെ അദ്ദേഹം ഇതിൽ കഥാപാത്രങ്ങളായി കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള മതകീയമായ പല ആശയങ്ങളും അദ്ദേഹം ഇതിൽ ഉൾച്ചേർത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഒരുപാട് കഥകളാണ്. ദ നൈറ്റ്സ് ടെയിൽ, ദ മില്ലേഴ്സ് ടെയിൽ, ദ റീവ്സ് ടെയിൽ, ദ കുക്സ് ടെയിൽ, ദ മാൻ ഓഫ് ലോസ് ടെയിൽ, ദ വൈഫ് ഓഫ് ബാത്ത്സ് ടെയിൽ, ദ ഫ്രയാർസ് ടെയിൽ, ദ സമ്മോനേഴ്സ് ടെയിൽ, ദ ക്ലർക്സ് ടെയിൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് 24 കഥകളാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്.